വീണ്ടും ഒരു മൺസൂണിൽ കുറേ നാളുകൾക്ക് ശേഷം വയനാട്ടിലേക്കൊരു യാത്ര. ടാലൻറ്റ് വില്ല പ്രൊജക്റ്റ് വയനാട് വൈത്തിരിക്കടുത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വയനാട് എത്തിക്കഴിഞ്ഞാൽ അധിക ദൂരമൊന്നും നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. വൈത്തിരിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള റിസോർട്ട്. ലാർജസ്റ്റ് ഇൻഫിനിറ്റി പൂൾ വരുന്നുണ്ട്, കിഡ്സ് പാർക്ക്, ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, റെസ്റ്റോറൻറ്റ്, കോൺഫറൻസ് ഹാള് എല്ലാം വരുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ട്. വില്ല പ്രൊജക്റ്റാണ് കേട്ടോ. ഇവിടെ 2 BHK 1 BHKയിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 32 റൂമുകൾ വരുന്ന വയനാട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ട്. അപ്പോൾ നമുക്കിന്ന് പുതിയ വീഡിയോയിലൂടെ ഈ ഒരു ടാലൻറ്റ് റിസോർട്ടിൻ്റെ ഗംഭീര കാഴ്ചകൾ കാണാം. ഞാനെൻ്റെ ഫ്രണ്ടും കൂടെയാണ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു, ഒന്ന് ഫ്രഷായി, അങ്ങനത്തെ പൂളിൽ ആർമാദിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്ന് താമസിക്കുന്ന ബെഡ്റൂം കാണിച്ചു തരാം കേട്ടോ. 2 BHKയിൽ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ബെഡ്റൂം. ഇത് കണ്ടോ നിങ്ങൾ, നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഹെവി ബെഡ്റൂമാണ്. AC ഉണ്ട്, വാഷ്റൂമൊക്കെ അറ്റാച്ച്ഡ് ആണ്, ഒരു ലിവിങ് ഏരിയ ഉണ്ട്, പുറത്തോട്ട് നമുക്കൊരു കുഞ്ഞു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു റൂമുണ്ട്, താഴത്തൊരു റൂമുണ്ട്. 2 ഫാമിലി, 2 കപ്പിൾസ്, കുഞ്ഞു ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾക്ക് ഈ വില്ല എടുക്കുകയാണെങ്കിൽ നല്ല പ്രൈവസിയിൽ സ്റ്റേ ചെയ്യാം. ചെറിയൊരു മിനി ബാറും ചെറിയ സ്മോൾ വാഷ് ബേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള ബെഡ്റൂം. റൂമിലൊക്കെ എത്തി നമ്മൾ റൂമൊക്കെ കണ്ട് ഭയങ്കര അധികം സാറ്റിസ്ഫൈഡ് ആയി ഞങ്ങൾ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അടുത്ത ഊഹം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. നമ്മൾ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുക പൂൾ എത്ര വലുപ്പമുണ്ടെന്നായിരിക്കും അല്ലേ. ഇൻഫിനിറ്റി പൂളാണ്, ഒരു രക്ഷയില്ല. അതും ലാർജസ്റ്റ് പൂളാണ് കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇറങ്ങാനുള്ള ഒരു സ്പേസ് തന്നെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിനകത്തുണ്ട്. നല്ല ഫ്രഷ് വാട്ടറാണ്, നല്ല കൂളായിട്ടുള്ള വെള്ളം. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ വില്ലകളും ചിൽഡ്രൻസ് പാർക്കും ആംഫി തിയേറ്ററും എല്ലാം കാണാം. അത്രയും നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു പൂൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ആംഫി തിയേറ്ററാണ്. എന്തിനാണ് ആംഫി തിയേറ്റർ നിങ്ങൾ പലവരും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. നമുക്ക് ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾക്ക് ചെറിയൊരു പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ആംഫി തിയേറ്റർ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതേ പൂളിൽ ഞങ്ങളിങ്ങനെ അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. ചിൽഡ്രൻസ് പാർക്കിൽ അത്യാവശ്യം റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് ആവാനുള്ള ബാത്ത് ഏരിയ എല്ലാം വരുന്നുണ്ട്. ഈ സ്റ്റെപ്പ് അങ്ങ് കയറി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിന് അങ്ങോട്ട് എത്തും. ഈ ആംഫി തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവർക്കും ഡൗട്ടാണ് എന്തപ്പോൾ സംഭവമില്ല. നമ്മളിപ്പം റിസോർട്ടുകളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ മിക്ക ആളുകളും ഫാമിലി ഗ്രൂപ്പായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വന്നിരുന്ന് ഒരുമിച്ചിരിക്കാൻ പറ്റിയൊരു ഇടം കൂടിയാണ് ആംഫി തിയേറ്റർ. രാത്രിയാണെങ്കിൽ ക്യാമ്പ് ഫയറിൻ്റെ ചൂടും നല്ല മ്യൂസിക്കും ചിരികൾ നിറഞ്ഞ നിമിഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ മനോഹരമാക്കുന്ന ഒരിടമാണ് ആംഫി തിയേറ്റർ. കുടുംബവും സുഹൃത്തുക്കളുമായിട്ട് എത്തുന്നവർക്ക് ഒരുമിച്ചിരുന്ന് ഓർമ്മകൾ പങ്കിടാനുമുള്ള ഒരു സ്പേസ് കൂടിയാണ് ആംഫി തിയേറ്റർ. ചെറിയ ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെൻറ്റ് പാർട്ടി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ചെയ്യാം. ഇതിങ്ങനെ കാണുന്നത് പോലെ അല്ല കേട്ടോ. രാത്രിയിൽ ഫുള്ളിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൈബായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ പൂളിലൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഈവനിങ്ങിലൊരു ടീ സ്നാക്സ് ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. നമ്മൾ സ്പെഷ്യലി ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഒരു കോഫി സ്നാക്സ്. അതൊക്കെ കഴിച്ച് നമ്മളൊന്ന് പുറത്തു പോയി വന്നു. അപ്പോഴത്തേക്കും സമയം 8:30 ആയി. ഡിന്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഡിന്നർ ഇവർ ബൊഫെ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അലാക്കാട്ട് മെനു അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഇവിടെ ബൊഫെ ആണുള്ളത്. സൂപ്പും ഡെസേർട്ടും മെയിൻ കോഴ്സൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ടോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വ്യൂ ആണ്. താഴത്തെ എല്ലാ വില്ലകളും കാണാം. അത്യാവശ്യം ഒരു 10-60 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു ഹെവി റെസ്റ്റോറൻറ്റ് തന്നെയുണ്ട്. നല്ല ഭംഗിയില്ലേ ഈ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ കാണാനായിട്ട്. അപ്പോൾ അതേ പൊറോട്ട, ചപ്പാത്തി, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ഡെസേർട്ട്, സൂപ്പ്, ഇങ്ങനെയുള്ള ഒരു അടിപൊളി ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിന്നറെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ പോയി കിടക്കാൻ വരട്ടെ കേട്ടോ. ഇത് നോക്കിയാൽ നിങ്ങളിവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു സെലിബ്രേഷൻ മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഊഞ്ഞാലുണ്ട്, എൻ്റെ ചങ്ങായി ഇതവിടെ ഊഞ്ഞാല ആടുന്നുണ്ട്. ആൾ ഫുള്ള് വൈബായി, നല്ല ഇഷ്ടപ്പെട്ടു റിസോർട്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ക്യാമ്പ് ഫയർ സൈറ്റിങ്ങും ആംഫി തിയേറ്ററും കൂടാണ്ട് ഇതുപോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമ്പ് ഫയർ അറ്റൻഡ് ചെയ്യാൻ പോകാം. ക്യാമ്പ് ഫയർ അവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് താഴോട്ട് പോകാം. ഇത് കണ്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ആംഫി തിയേറ്ററാണ് ഇത്. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുക, ഇതാണ് ആംഫി തിയേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാമ്പ് ഫയറും ലേറ്റായിട്ട് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ഗ്രൂപ്പൊക്കെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ വട്ടം ചുറ്റിയിരുന്ന് പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, ഗെയിം കളിക്കുക, ഇതിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. രാത്രിയിൽ മഴയില്ല, പക്ഷെ പകൽ സമയത്ത് കുറച്ച് മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഓവർ മഴയില്ല, നല്ല തണുപ്പും. ആ ചീടിൻ്റെ സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ നന്നായി ഉറങ്ങി ഏർലി മോർണിംഗ് എണീറ്റൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ജിമ്മുണ്ട്, ഇൻഡോർ ഗെയിംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങോട്ട് നമുക്ക് പോകാം. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം.
ഷാർപ്പ് ഒരു 8:30 ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ. ബനാന, എഗ്ഗ്, ഫ്രൂട്ട്സ്, ജ്യൂസ്, ടീ, കോഫി, മെയിൻ കോഴ്സ് ഇഡ്ഡലി, പട്ടൂര, ദോശ, ഉപ്പുമാവ്, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റും എടുത്തു പറയണം ഇവരെ സർവീസ് കേട്ടോ. മാനേജേഴ്സ് ആയാലും സ്റ്റാഫുകളായാലും നല്ല ബിഹേവിയറാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാനിങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ടേബിൾ സെറ്റ് ചെയ്ത് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. ഇങ്ങനെ വീഡിയോസ് റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കി എങ്ങനെയുണ്ട് എൻ്റെ ക്രിയേഷൻ എങ്ങനെയുണ്ടെന്ന് പറ കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നമ്മളെ ചെങ്ങായി ഇവിടെ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങി. ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോസ് എടുക്കുകയാണ്. ആദ്യം ആൾ ട്രൈ ഔട്ട് ചെയ്യുന്നത് എഗ്ഗാണ്. പുള്ളി നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളാണ്, നല്ല ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വില്ലകൾ. പുറത്ത് നോക്കുമ്പോൾ ഔട്ടർ വ്യൂ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ്, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇത് ഇവിടുത്തെ ഒരു കോൺഫറൻസ് ഹാളാണ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പാർട്ടി മീറ്റിംഗ്, ഒഫീഷ്യൽ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ വലിയൊരു ജിംനേഷ്യം തന്നെ ഉണ്ട്, ഒത്തിരി മിഷനറീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ചെങ്ങായി ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് കണ്ടോ ആൾ ഭയങ്കര ഹാപ്പിയായി. എല്ലാ മിഷനറീസും യൂസ് ചെയ്തു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഇൻഡോർ ഗെയിംസിൻ്റെ ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. ഇൻഡോർ ഗെയിംസ് ആയിട്ട് ക്യാരംസ്, ചെസ്സ്, ലുഡോ, സ്നോക്കർ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കോൺഫറൻസ് ഹാൾ കണ്ടു, ക്യാമ്പ് ഫയർ അറ്റൻഡ് ചെയ്തു, ആംഫി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തു, കിഡ്സ് പ്ലേ ഏരിയ, ജിമ്മ്, ഇൻഫിനിറ്റി പൂള്, മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റ് എല്ലാം വരുന്ന അടിപൊളി ഒരു റിസോർട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രശ്നം ബഡ്ജറ്റ് ആയിരിക്കും അല്ലേ? എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക ആ ഒരു കാര്യമാണ്. എത്രയാണ് ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്യാനുള്ള ബഡ്ജറ്റ്? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണല്ലേ. ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരു സിംഗിൾ ഫാമിലി, ഒരു കപ്പിൾസ് ആയിട്ട് വരികയാണെങ്കിൽ വീക്ക് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ 5000 രൂപ കൊടുത്തിന് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അതും ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിട്ട് അതിൽ കോംപ്ലിമെൻ്ററി ഉണ്ടാവും. വീക്കെൻഡ് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണെങ്കിൽ ഒരു ഫാമിലി, ഒരു കപ്പിൾസിന് 5500 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതിൽ റിസോർട്ടിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡിംഗ് ആണ്, പ്ലസ് ടാക്സും ഇൻക്ലൂഡിംഗ് ആണ് കേട്ടോ. ഡിന്നർ അഡീഷണൽ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ വയനാട്ടിൽ ഇത്രയും ആക്ടിവിറ്റീസ് ഉള്ള അടിപൊളി റിസോർട്ടാണ്, അതും അഫോർഡബിൾ പ്രൈസിൽ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഇനി ഒട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ വരുന്ന ഓണം വെക്കേഷനൊക്കെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വയനാട് വൈത്തിരിക്ക് അടുത്തുള്ള ടാലൻറ്റ് റിസോർട്ടിൽ അടിച്ചു പൊളിക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. റൈറ്റും കാര്യങ്ങളും ഒക്കെ അറിയാം, അവൈലബിലിറ്റി അറിയാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻസും ഒക്കെ തരണം. ഞങ്ങളങ്ങനെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങത്തുള്ളൂ. നമ്മുടെ വയനാട് വൈത്തിരി, നിങ്ങൾ വയനാട്ടിലേക്ക് നമ്മൾ ചുരമൊക്കെ കൊണ്ട് കയറി കഴിഞ്ഞാൽ അധിക ദൂരം ഒന്നും ട്രാവൽ ചെയ്യാണ്ട് ഫാമിലി ആയിട്ട് നിങ്ങളൊരു അഫോർഡബിൾ പ്രൈസിലൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട് ഒരു റിസോർട്ട് നോക്കുന്നുണ്ടെങ്കിൽ, അതും ഇത്രയും ആക്ടിവിറ്റീസ് വരുന്ന ഒരു റിസോർട്ട് കേട്ടോ. നമ്മുടെ വയനാട്ടിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്, നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ അതിൽ നമുക്ക് സെലക്റ്റീവ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ആംഫി തിയേറ്റർ, ഇൻഫിനിറ്റി പൂള്, ജിമ്മ് വരുന്നുണ്ട്, കിഡ്സ് പാർക്ക് വരുന്നുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല പ്രൈവസി കിട്ടുന്ന 2 BHK 1 BHKയിൽ വരുന്ന 32 റൂമുകളാണ് ഈ റിസോർട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് വരികയാണെങ്കിൽ സ്പെഷ്യൽ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് താഴെ ഞാനൊരു നമ്പർ കാണിക്കുന്നുണ്ട്, ഇതിൽ വിളിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഇവിടുത്തെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ സെയ്തു ആണ്, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെയ്തു.